ഹലോ നമസ്കാരം എല്ലാവർക്കും ലേൺ ഫിസിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോസ് ഓഫ് മോഷൻ. നമ്മൾ പഠിക്കാൻ എല്ലാവരും ഓൾറെഡി നിങ്ങളെല്ലാവരും പഠിച്ചു കഴിഞ്ഞു. ഇതൊന്ന് റിവൈസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്റർ. അപ്പോൾ ഇതുവരെ പഠിപ്പിച്ചതെല്ലാം നിങ്ങൾക്ക് നല്ല പ്രയോജനമാണെന്ന് തന്നെ വിചാരിക്കണം. ഒന്ന് റിവൈസ് ചെയ്യുക. നിങ്ങളെല്ലാം പഠിച്ചിരിക്കുന്ന കുട്ടികളാണ്. അഥവാ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്ത് നോക്കാൻ. എപ്പോഴും മിക്കവാറും കുട്ടികൾക്കൊക്കെ താല്പര്യമാണ് ഈ മൊബൈലും എല്ലാം നോക്കിയിരിക്കാനായിട്ടല്ലേ. അപ്പോൾ അത് കാണുമ്പോൾ ഇടയ്ക്കൊരു പഠിത്തത്തിൻ്റെ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരു ദോഷവും സംഭവിക്കില്ല. അപ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിനൊക്കെ ഒരു നമ്മളായിട്ട് തന്നെ ഒരു ലിമിറ്റ് വയ്ക്കണം. ഓക്കെ, മൊബൈലിൽ ഗെയിംസ് കളിക്കുന്നതും മറ്റ് വീഡിയോസ് കാണുന്നതൊക്കെ നമ്മളായിട്ടൊരു ലിമിറ്റ് വയ്ക്കണം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതമാണ്, നമുക്ക് കിട്ടുന്ന മാർക്കാണ് അല്ലേ. നമുക്ക് കിട്ടുന്ന മാർക്കിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അടുത്തൊരു ഹയർ ക്ലാസ്സിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ നല്ല മിടുക്കനാണ് അല്ലെങ്കിൽ ഞാൻ നല്ല മിടുക്കിയാണ് പഠിക്കാനെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആ മിടുക്ക് നമ്മൾ കാണിക്കേണ്ടത് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് ലിസ്റ്റിനകത്താണ്. ഓക്കെ, ഇല്ല പരീക്ഷാ സമയത്ത് ഞാൻ കസറിക്കളയും എന്ന് വിചാരിച്ചാൽ അത് വെറും തെറ്റിദ്ധാരണയാണ്. പഠിക്കാതെ നമുക്ക് ഒരു രക്ഷയുമില്ല. എനിക്കിപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് പറഞ്ഞു പോവാം അല്ലേ. പക്ഷേ അത് അത്രയും നിങ്ങൾ മനസ്സിലാക്കി എടുത്ത് എഴുതാനായിട്ട് സമയമുണ്ട്. അപ്പോൾ ആ ഒരു സമയം നിങ്ങൾക്ക് നല്ലോണം കിട്ടിയിരിക്കുകയാണ്. ഇതിപ്പോൾ ഇത് തന്നെ നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞതാണെന്നൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഒരുപാട് ഓൺലൈൻ ടെസ്റ്റ് അവൈലബിൾ ആണ്. അതും അല്ലാതെ തന്നെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ നിങ്ങളുടെ എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാം. അതങ്ങനെ ഒത്തിരി ചാൻസസ് ആണ് നിങ്ങൾക്ക് മുന്നിൽ. എപ്പോഴും ഇരുന്ന് പഠിക്കണം എന്ന് പറയുന്നില്ല. ഒരു വെക്കേഷൻ മൂഡിൽ എല്ലാവരും കുറേയൊക്കെ എൻജോയ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കും അല്ലാന്ന് പറയുന്നില്ല. പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മൾ പഠിത്തത്തിന് എപ്പോഴും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. എപ്പോഴല്ലെങ്കിൽ പിന്നൊരു കാലത്ത് ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ് ഇപ്പം നിങ്ങൾ ജയിച്ചു പോയി അല്ലെങ്കിൽ ഒരു വിധം നല്ല മാർക്ക് കിട്ടി, അന്ന് കുറച്ചുകൂടെ ഒന്ന് ഉത്സാഹിച്ചിരുന്നെങ്കിൽ എനിക്ക് A+ കിട്ടിയേനെ എന്ന് വിചാരിക്കേണ്ട ഒരവസ്ഥ വരേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. ഒന്ന് ശ്രമിച്ചു നോക്കുക. അച്ഛനെ അമ്മയും വിഷമപ്പെടുത്തരുത്, അത്രയേ ഉള്ളൂ. അതുപോലെ അതിനോടൊപ്പം തന്നെ ഈക്വലായിട്ട് നിൽക്കുന്നതാണ് പഠിപ്പിച്ച ടീച്ചേഴ്സ്. അവർക്കൊക്കെ ഇപ്പോൾ ടെൻഷനാണ്. ഇത്രയും ദിവസത്തെ ഗ്യാപ്പ് കിട്ടുമ്പോൾ എൻ്റെ പിള്ളേർ പഠിക്കാതായി പോകുമെന്നുള്ളത്. അപ്പം അങ്ങനെ ആയത് അവർക്ക് കൊടുക്കേണ്ട കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഓക്കെ എൻ്റെ കുട്ടികൾ നല്ലോണം എഴുതി എന്ന് അടുത്ത ബാച്ചിലെ കുട്ടികളോട് പറയാൻ അവർക്ക് ഒത്തിരി സന്തോഷമാണ്. ഓക്കെ, ഒരു ടീച്ചർ എന്ന രീതിയിൽ എനിക്ക് എപ്പോഴും അറിയാം. നമ്മളൊക്കെ എപ്പോഴും പറയുന്നത് പ്രീവിയസ് ബാച്ച് നല്ലതായിരുന്നു എന്ന് പറയുന്ന ഒരു ഉണ്ട്. അപ്പം നിങ്ങളുടെ പേര് അവിടെ എടുത്ത് പറയാൻ പറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നല്ലോണം പഠിച്ച് നല്ല മാർക്ക് വേണം. അതിലൊരു സന്തോഷം എന്ന് പറയുന്നത് കളിയും ചിരിയും മൊബൈൽ എല്ലാം വേണം, ടെക്നോളജി എല്ലാം ആവശ്യമാണ്, ഇതെല്ലാം വേണം. പക്ഷെ നമ്മളായിട്ട് മനസ്സിനകത്ത് ഒരു ലിമിറ്റ് വയ്ക്കണം. ഓക്കെ, ഈ സമയം പഠിത്തത്തിന് വേണ്ടിയിട്ടെന്ന് തീരുമാനിച്ചാൽ അപ്പോൾ പഠിക്കണം. അത് നമ്മൾ എന്ത് വന്നാലും ആ സമയം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും. 24 മണിക്കൂറുള്ളതിൽ ഇപ്പോൾ ഒരു 2-3 മണിക്കൂറല്ലേ നിങ്ങളോട് പഠിക്കാൻ പറയുന്നുള്ളൂ. അപ്പോൾ അത് പഠിക്കാം കേട്ടോ. ഓക്കെ, ഇനി കൂടുതൽ ഉപദേശിക്കാൻ ഞാൻ തുടങ്ങാൻ പോവുകയാണ്. ലോസ് ഓഫ് മോഷൻ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ ആദ്യം പഠിച്ചത് ന്യൂട്ടൻ്റെ ലോസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ലോ എന്താണ്? ഫസ്റ്റ് ലോയുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ആദ്യം പഠിച്ചത്. ഫസ്റ്റ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ്: എവ്രി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺടിൽ കമ്പൽഡ് ബൈ എൻ എക്സ്റ്റേണൽ ഫോഴ്സ്. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കാതിടത്തോളം കാലം ഒരു ഓബ്ജക്റ്റ് അവിടെ തന്നെ ഇരിക്കും. അതായത് ഞാനിപ്പോൾ ഇവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കാതെ വച്ചിരിക്കുകയാണെങ്കിൽ ഇത് ഇവിടെ തന്നെ ഇരിക്കും ഇല്ലേ. ഞാനിപ്പോൾ ഇതിനെ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്താൽ അത് മൂവ് ചെയ്യും. ഓക്കെ, എവ്രി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് പൊസിഷനിൽ, അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും എപ്പോൾ നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തില്ല എങ്കിൽ. ഓക്കെ, അതിനെയാണ് എന്ത് പറയുന്നത്? ഫസ്റ്റ് ലോ. എവ്രി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺലെസ് കമ്പൽഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. അതാണ് ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ നിങ്ങളോട് ഒരു ഉപദേശ രൂപേണ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്. ആരെങ്കിലും ഒന്ന് ചെന്ന് പഠിക്കുക എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തിയില്ല എങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. ഇപ്പോൾ ചില കുട്ടികൾ വായിക്കുന്നതാവും, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഗെയിംസ് കളിക്കുന്നതാവും, അല്ലെങ്കിൽ അനിമേഷൻ ആയിരിക്കും. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഓർമ്മപ്പെടുത്തലാണ് നിങ്ങളെ. ഓക്കെ, ആ ഇനേർഷ്യയിൽ നിന്ന് വ്യത്യാസപ്പെടുത്തിക്കൊണ്ടുവരാൻ. അപ്പോൾ അതിനെയാണ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. എവ്രി ബോഡി കണ്ടിന്യൂസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺലെസ് കമ്പൽഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പോൾ ഇതെന്ന് നമ്മൾ പഠിക്കുന്നത് ഇനേർഷ്യയ്ക്കുള്ള ഒരു ഡെഫിനിഷനാണ്. ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് എൻ ഓബ്ജെക്റ്റ്.
ഒരു ഓബ്ജക്റ്റിൻ്റെ ടെൻഡൻസി ആ റെസ്റ്റ് പൊസിഷനിൽ തന്നെ മടി പിടിച്ചിരിക്കാൻ, അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നത് തന്നെ കണ്ടിന്യൂ ചെയ്ത് ഒന്നുകിൽ മിണ്ടാതെ കിടന്ന് ഉറങ്ങുക, അല്ലെങ്കിൽ ഗെയിംസ് കളിച്ചുകൊണ്ടിരിക്കുക പാതിരാത്രി വരെ, ആ ഒരു രീതി, അതാണ് ഇനർഷ്യ. എവറി ബോഡി ഹാസ് എ ടെൻഡൻസി ടു കണ്ടിന്യൂ ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. ദാറ്റ് സ്റ്റേറ്റ് ഓഫ് ഇനർഷ്യ കണ്ടിന്യൂ, നമ്മളിപ്പോൾ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ, ആ പ്രോപ്പർട്ടിയാണ് എന്ത് പറയുന്നത്, ഇനർഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് എൻ ഓബ്ജക്റ്റ് ടു കണ്ടിന്യൂ ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ, അതാണ് ഇനർഷ്യ. അടുത്ത് നമ്മൾ പഠിച്ചത് മൊമെൻറ്റം എന്താണെന്നാണ്. മൊമെൻറ്റം എന്ന് പറയുന്നത് ഒരു ടേം വിച്ച് ഈസ് ഡിപ്പെൻഡിങ് ഓൺ മാസിനെയും വെലോസിറ്റിയെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ടേമാണ്. ഓക്കെ, ഇപ്പോൾ മാസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ മൊമെൻറ്റം ഇൻക്രീസ് ചെയ്യും, വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ മൊമെൻറ്റം ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ വെലോസിറ്റി ഡിക്രീസ് ചെയ്താൽ മൊമെൻറ്റം ഡിക്രീസ് ചെയ്യും, മാസ് ഡിക്രീസ് ചെയ്താൽ വെലോസിറ്റി ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഒരു ചെറിയ കല്ലും ഒരു മുകളിൽ നിന്ന് ഒരു ചെറിയ കല്ല് നിങ്ങളുടെ കയ്യിൽ വന്ന് വീഴുകയാണ്, അല്ലെങ്കിൽ അതേ ഹൈറ്റിൽ നിന്ന് ഒരു വലിയ കല്ല് വന്ന് വീഴുകയാണ്. എന്തായിരിക്കും വ്യത്യാസം? ചെറിയ കല്ല് വീണാൽ പോട്ടെ എന്ന് വയ്ക്കും, വലിയ കല്ല് കൊണ്ടുപോയാൽ നമുക്കിപ്പോൾ ആശുപത്രി കൊണ്ടുപോകേണ്ടി വരും. അതാണ് ഡിഫറൻസ് അല്ലേ? അപ്പോൾ മൊമെൻറ്റം കൂടുകയാണ്. ഓക്കെ, മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ P = mv. ഓക്കെ, ഇതാണ് ഫോർമുല. മൊമെൻറ്റം കാണാനുള്ള ഫോർമുല, ഈ ഫോർമുല എല്ലാം ഓർത്ത് വെച്ചേക്കുക. P = mv. അതിൻ്റെ യൂണിറ്റ് എന്താണ്? മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ/സെക്കൻഡ്, കിലോഗ്രാം മീറ്റർ/സെക്കൻഡ്. ഇനി അതിൻ്റെ ഡയമെൻഷൻ എന്താണ്? മാസിൻ്റെ ഡയമെൻഷൻ m, വെലോസിറ്റിയുടെ ഡയമെൻഷൻ L⁻⁻1. ഓക്കെ, ഇതാണ് മൊമെൻറ്റത്തിൻ്റെ ഡെഫിനേഷൻ. മൊമെൻറ്റത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇത് പറയാറുണ്ട്. ഇപ്പോൾ ഒരു ബുള്ളറ്റ് എടുത്ത് നമ്മുടെ ദേഹത്തോട്ട് എറിയുന്നതും തോക്കിൽ നിന്നൊരു ബുള്ളറ്റ് വന്ന് വെളിയിൽ വീഴുന്നതും തമ്മിൽ വ്യത്യാസം എന്താണ്? തോക്കെന്ന് കൊണ്ടാൽ നമ്മൾ മരിച്ചു പോകും. വെറുതെ എടുത്തെറിയുകയാണെങ്കിൽ ദേഹത്ത് ചെറുതായിട്ടൊന്ന് വേദന എടുക്കും, അത്രയേ ഉള്ളൂ. അതാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. ബുള്ളറ്റ് എന്ന് വരുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വിത്ത് ഹൈ വെലോസിറ്റി. ഓക്കെ, മസിൽ സ്പീഡ് ഓഫ് ദ ബുള്ളറ്റ് എന്നാണ് പറയുന്നത്. അതായത് അതിൻ്റെ മസിൽ സ്പീഡ് കൂടുക, അതായത് ബുള്ളറ്റിൻ്റെ വെലോസിറ്റി കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും? മൊമെൻറ്റം കൂടും. അതാണ് നമ്മൾ മൊമെൻറ്റത്തിനെ കുറിച്ച് മെയിനായിട്ട് പഠിച്ച കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇപ്പോൾ ക്രിക്കറ്റ് ബോൾ പിടിക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ പിടിക്കുന്നു, ഇങ്ങനെ കുറച്ചൊന്ന് കൈ നീക്കി പിടിക്കുന്നു. കാരണം എന്താ കാര്യം? അതിൻ്റെ വെലോസിറ്റിയുടെ ചേഞ്ച് ഇൻ വെലോസിറ്റി കുറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതൊക്കെ നമുക്ക് പഠിക്കാം. അടുത്ത് നമ്മൾ പഠിച്ചത് സെക്കൻഡ് ലോ. സെക്കൻഡ് ലോയിൽ എന്താ പറയുന്നത്? ഫോഴ്സ് ആക്ടിങ് ഓൺ ആൻ ഒബ്ജക്റ്റ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. F is directly proportional to dp/dt. Force acting on an object is directly proportional to the rate of change of momentum. Thus, ആ മൊമെൻറ്റം ചേഞ്ച് ആകുന്നത് ഏത് ഡയറക്ഷനിലാണോ ആ ഡയറക്ഷനിൽ തന്നെ എന്ത് ചെയ്യും? ഫോഴ്സ് ആക്ട് ചെയ്യും. F is directly proportional to dp/dt. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ഡിറൈവ് ചെയ്തെടുക്കാം? F is equal to ma. ഫോഴ്സിനൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ ഇക്വേഷൻ ലോയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിന് എളുപ്പമാണ്. m/p പോലെ mv എന്ന് കൊടുത്താൽ മതി. d/dt ഓഫ് mv. അതിൽ m കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് വെളിയിലെടുക്കാം. dv/dt. dv/dt എന്ന് പറഞ്ഞാൽ എന്താണ്? a. ഓക്കെ, F is equal to k into ma എന്ന് വരും. k കോൺസ്റ്റൻ്റ് = 1 ആയതുകൊണ്ട് F is equal to ma. വളരെ എളുപ്പമുള്ള ഡെറിവേഷനാണ്, ഓർത്ത് വെച്ചേക്കുക. F is force acting on an object is directly proportional to the rate of change of momentum. ഓക്കെ, അതിൽ മാസ് കോൺസ്റ്റൻ്റ് ആവുന്ന കേസുകളിൽ മാത്രം. ഓക്കെ, ഇതാണ് സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. ഇനി അടുത്തിവിടെ നമ്മൾ വേറൊരു കാര്യം പഠിക്കുന്നുണ്ട്, ഇമ്പൾസ്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ഇൻ്റർവൽ ഓഫ് ടൈം. അതാണ് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ. ഇമ്പൾസ് ഈക്വൽസ് ഫോഴ്സ് ഇൻറ്റു ടൈം ഇൻ്റർവൽ F ഇൻറ്റു ΔT എന്നാണ് നമ്മൾ ഈ ഇമ്പൾസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ F ഇൻറ്റു ΔT എന്ന് പറഞ്ഞാൽ എന്താണ്? ΔP, ദാറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. അങ്ങനെയും എഴുതാം, അത് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ m ഇൻറ്റു v മൈനസ് u, ഫൈനൽ വെലോസിറ്റി മൈനസ് ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം. v എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റിയും u എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റിയും. അതുപോലെ തന്നെ mv മൈനസ് mu, ആ ഫോർമുലയും കൂടെ ഓർത്ത് വെച്ചേക്കുക. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ലാർജ് ഫോഴ്സ് ആക്ടിങ് for a short interval of time. Okay, F into delta t.
ഓക്കെ, എഫ് ഇൻറ്റു ഡെൽറ്റ ടി. അല്ലെങ്കിൽ നമുക്ക് എന്തെഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. എഫ് ഇസ് ഈക്വൽ ടു ഡി, എഫ് ഇൻറ്റു ഡെൽറ്റ ടി ഈക്വൽസ് ഡി പി. ഓക്കെ, ചേഞ്ച് ഇൻ മൊമെൻറ്റം. അപ്പോൾ എം ഇൻറ്റു വി മൈനസ് യു. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇതാണ് ഇമ്പൾസ് കാണാനുള്ള ഫോർമുല. എം ഇൻറ്റു വി മൈനസ് യു ഓർ ചേഞ്ച് ഇൻ മൊമെൻറ്റം, ദാറ്റ് ഈസ് ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം. അതിനെയാണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇമ്പൾസിൻ്റെ കാര്യങ്ങൾ പിടികിട്ടിയല്ലോ. ഇനി അടുത്ത് നമ്മൾ തേർഡ് ലോ ഒരുവിധം എല്ലാ കുട്ടികൾക്കും അറിയാവുന്നതാണ്. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമുക്ക് ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ അതിന് ഈക്വലും ഓപ്പോസിറ്റും ആയിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാവും. വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ആക്ഷൻ ആൻഡ് റിയാക്ഷൻ വിൽ ഹാപ്പൻ ഇൻ ഡിഫറെൻറ്റ് ഓബ്ജക്റ്റ്. ഓക്കെ, ഇപ്പോൾ ആക്ഷൻ ഒരെണ്ണത്തിലാണ് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ബോട്ടിൽ നിന്ന് കാലെടുത്ത് വെളിയിലോട്ട് വെക്കുമ്പോൾ നമ്മളൊരു ഫോഴ്സ് ബോട്ടിലോട്ട് കൊടുക്കുമ്പോൾ ബോട്ട് തിരിച്ച് നമ്മളിലോട്ടൊരു ഫോഴ്സ് കൊടുക്കും. നമ്മളൊരു ഫോഴ്സ് ബോട്ടിലോട്ട് കൊടുക്കുന്നു അല്ലേ? അപ്പോൾ ബോട്ടാണ് തിരിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബൈ ബി വിൽ ബി ഈക്വൽ ടു മൈനസ് ഓഫ് ഫോഴ്സ് ആക്ടിങ് ഓൺ ബി ഡ്യൂ ടു എ മൈനസ് എഫ് ബി എ. ഇത് വളരെ പ്രധാനമാണ്, ഓർത്ത് വെച്ചേക്കുക. ഈ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഷുഡ് ഹാപ്പൻ ഇൻ ഡിഫറെൻറ്റ് ഓബ്ജക്ട്സ്. ഓക്കെ, അടുത്ത് പഠിക്കുന്നത് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. അതിനു മുന്നേ ക്രിക്കറ്റ് ബോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ താഴ്ത്തി പിടിക്കുന്നതെന്നുള്ളത്, അത് നമ്മൾ കയ്യിലോട്ട് ബോൾ വന്ന് ഹൈ വെലോസിറ്റിയോടുകൂടെ വന്ന് വീഴുകയാണ് അല്ലേ? അപ്പോൾ പെട്ടെന്ന് ഹൈ വെലോസിറ്റി ആയിട്ട് വരുന്ന ബോൾ നമ്മൾ പിടിക്കുമ്പോൾ അതെന്താണ്, വെലോസിറ്റി പെട്ടെന്ന് 0 ആവുകയാണ്. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത്, വെലോസിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതൽ. ഇപ്പോൾ ഒരു സപ്പോസ് ഒരു 20 വരികയാണെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മുടെ കയ്യിൽ വന്ന് പെട്ടെന്ന് 0 ആവുകയാണ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന വെലോസിറ്റിയുടെ ചേഞ്ച് എന്ന് പറയുന്നത് വളരെ കൂടുതലല്ലേ? ഒരു ഹൈ വെലോസിറ്റിയോട് കൂടെ വന്ന് പെട്ടെന്ന് അങ്ങ് 0 ആയി പോവുകയാണെങ്കിൽ വെലോസിറ്റിയുടെ ചേഞ്ച് വളരെ കൂടുതലാണ്. അപ്പോൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ കൂടുതലല്ലേ? അപ്പോൾ ഇറ്റ് വിൽ ബി വെരി മച്ച് പെയിൻഫുൾ. അതുകൊണ്ടാണ് സഡൻ ബ്രേക്ക് ഇടുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ആവുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹൈ വെലോസിറ്റിയോടുകൂടെ വന്നുകൊണ്ടിരിക്കുന്ന ബസ് അല്ലെങ്കിൽ വെഹിക്കിൾ എന്ന് പറയുന്നത് പെട്ടെന്ന് 0 ആവുകയാണ് അല്ലേ? അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം വളരെ കൂടുതലായിരിക്കും, അതായത് ഇമ്പൾസ് വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അതും ശ്രദ്ധിക്കുക. നിൽക്കുന്ന ബസ്, അതായത് സ്റ്റോപ്പ് ചെയ്ത് റെസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന ബസ്സാണെങ്കിൽ പെട്ടെന്ന് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ വാട്ട് വിൽ ബി ദ ഡിഫറൻസ്? പെട്ടെന്ന് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ മുകളിലോട്ടുള്ള ഭാഗം പുറകിലോട്ട് പോകും. നമ്മൾ പുറകിലോട്ടൊന്നായും. കാരണം എന്താണ്? നമ്മുടെ പെട്ടെന്ന് ബസ് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ബസ്സിനൊപ്പം നമ്മുടെ കാലിരിക്കുന്ന ബസ്സിൽ ടച്ച് ചെയ്തിരിക്കുന്ന കാലിൻ്റെ പോർഷൻ മൂവ് ചെയ്ത് തുടങ്ങും. പക്ഷേ നമ്മുടെ ബോഡി പാർട്ടിന് എന്ത് ചെയ്യും? ബാക്കിയുള്ള ബോഡി പാർട്സ് വിൽ ബി ഹാവിങ് ദാറ്റ് ഇനർഷ്യ ഓഫ് റെസ്റ്റിലിരിക്കാനുള്ള ആ ടെൻഡൻസി കണ്ടിന്യൂ ചെയ്യുകയാണ്. സോ ഇറ്റ് വിൽ ബി ഇൻ റെസ്റ്റ് ആൻഡ് ദ ലെഗ് പോർഷൻ ആൻഡ് ഓൾ വിൽ ബി റെഡി ടു മൂവ്. ദാറ്റ് ഈസ് വൈ വി വിൽ ബി മൂവിങ് ബാക്ക്വേർഡ്. അതുപോലെ തന്നെ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്നൊന്ന് നിർത്തുകയാണെങ്കിൽ എന്താ പറ്റുക? ഈ പെട്ടെന്ന് നിർത്തുമ്പോൾ ഈ നമ്മുടെ ശരീരത്തിന് മുകളിലോട്ടുള്ള ഭാഗത്തിന് ആ മുന്നോട്ട് പോകാൻ തന്നെയുള്ള ടെൻഡൻസിയും കാലുകൾ പെട്ടെന്ന് റെസ്റ്റ് പൊസിഷനിൽ വരും. ഓക്കെ, ഇനർഷ്യ ഓഫ് മോഷനാണ് അവിടെ. ബോഡി പാർട്ടിൻ്റെ മുകളിലുള്ള ബോഡി പാർട്സിന് എന്ത് പറ്റുന്നോ അതിന് മുന്നോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അതുകൊണ്ടാണ് വി ആർ മൂവിങ് ഫോർവേഡ്. ഇനർഷ്യ ഓഫ് മോഷനാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ലോസ് ഓഫ് മോഷനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അടുത്ത് നമ്മൾ പഠിക്കുന്നത് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. അടുത്ത് നമ്മൾ പഠിക്കുന്നത് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ലീനിയർ മൊമെൻറ്റം കൺസേർവ്ഡ് ക്വാണ്ടിറ്റി ആണെന്നാണ്. അതായത് ലീനിയർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ വിൽ ബി ഈക്വൽ ടു മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ. ഓക്കെ, അതായത് ഇത് പറയുന്നത് എങ്ങനെയെന്നാൽ ഇഫ് വി ആർ നോട്ട് അപ്ലൈയിങ് എനി എക്സ്റ്റേണൽ ഫോഴ്സ്, സെക്കൻഡ് ലോ വെച്ചിട്ട് നമുക്ക് പറയാം എഫ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഡി പി ബൈ ഡി ടി. ഇഫ് എഫ് ഈക്വൽ 0 എന്തെഴുതാം? ഡി പി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ 0 ആണെന്ന് എഴുതാം.
ഡെറിവേറ്റീവ് ഓഫ് വൺ ഡെറിവേറ്റീവ് ഓഫ് വൺ വാല്യൂ ഈസ് ഈക്വൽ ടു 0. അതെപ്പോഴാണ്? ഈ വാല്യൂ കോൺസ്റ്റൻ്റ് ആകുമ്പോഴാണ്. ഡെറിവേറ്റീവ് ഓഫ് 4 ഈസ് ഈക്വൽ ടു 0, ഡെറിവേറ്റീവ് ഓഫ് 5 ഈസ് ഈക്വൽ ടു 0, ഡെറിവേറ്റീവ് ഓഫ് 100 ഈസ് ഈക്വൽ ടു 0. ഇറ്റ്സ് നോട്ട് ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അതുപോലെ തന്നെ എഫ് 0 ആണെങ്കിൽ ഡി പി ബൈ ഡി ടി 0 ആയിരിക്കും. ഡി പി ബൈ ഡി ടി 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? പി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അപ്പോൾ ഇതാണ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. നമ്മളിപ്പോൾ ഇത്ര എഴുതിയാൽ അത് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ആയി. അതായത് ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ്, എഫ് ഇസ് 0, എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല. ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ദ സിസ്റ്റം, ദെൻ ലീനിയർ മൊമെൻറ്റം വിൽ ബി എ കോൺസ്റ്റൻറ്റ്. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. ലീനിയർ മൊമെൻറ്റത്തിൻ്റെ അത് നമ്മളിനി സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിനകത്ത് നമ്മൾ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റവും പഠിക്കുന്നുണ്ട്. ഇത് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ദ സിസ്റ്റം, ദെൻ ദ മൊമെൻറ്റം വിൽ ബി എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അതിനെയാണ് മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഇസ് ഈക്വൽ ടു ആഫ്റ്റർ കൊളീഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ റീകോയിൽ ഓഫ് എ ഗൺ. ഗണ്ണിൻ്റെ റീകോയിൽ പറയുന്നത് എന്താണ്? ഇപ്പോൾ ഗണ്ണിൻ്റെ വെലോസിറ്റി ക്യാപിറ്റൽ എം ആണ്, ബുള്ളറ്റിൻ്റെ മാസ് ക്യാപിറ്റൽ എം, ബുള്ളറ്റിൻ്റെ മാസ് സ്മോൾ എം ആണെന്ന് വെച്ചോളൂ. ഗണ്ണിൻ്റെ വെലോസിറ്റി v1ഉം ബുള്ളറ്റിൻ്റെ വെലോസിറ്റി v2 ആണ് എങ്കിൽ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ എന്നാണല്ലോ. നമ്മൾ ഗണ്ണ് ഇങ്ങനെ ഫയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുള്ളറ്റ് ഫോർവേഡ് മൂവ് ചെയ്യുന്നു, ഗണ്ണ് ബാക്ക്വേർഡ്സ് മൂവ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ അതിൻ്റെ ടോട്ടൽ മൊമെൻറ്റം എന്തായിരിക്കും? ക്യാപിറ്റൽ എം ഇൻറ്റു v1 പ്ലസ് എം ഇൻറ്റു v2 വിൽ ബി ഈക്വൽ ടു 0. Okay, total momentum will be equal to before collision. Total momentum after collision will be equal to total momentum before collision. അപ്പോൾ അങ്ങനെയാണെങ്കിൽ v1 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? സ്മോൾ എം ഇൻറ്റു v2 മൈനസ് സ്മോൾ എം ഇൻറ്റു v2 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം. അതിൻ്റെ അർത്ഥം എന്താണ്? v1ഉം v2ഉം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. നെഗറ്റീവ് സൈൻ എന്നതിൻ്റെ അർത്ഥം എന്താണ്? v1 ആൻഡ് v2 ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, ഇതാണ് റീകോയിൽ ഓഫ് എ ഗൺ. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം വെച്ചിട്ടാണ്. മൊമെൻറ്റം ബിഫോർ കൊളീഷൻ വിൽ ബി ഈക്വൽ ടു മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ, ഓർ ഇഫ് ദർ ഇസ് നോ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം, ദെൻ ലീനിയർ മൊമെൻറ്റം വിൽ ബി എ കൺസേർവ്ഡ് ക്വാണ്ടിറ്റി. ഓക്കെ, ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. v1ഉം v2ഉം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആയോ? അതുപോലെ തന്നെ ബോംബ്. ഓക്കെ, ഇഫ് ഒരു ബോംബ് വേർട്ടിക്കലി വന്ന് വീഴാന്ന് വെച്ചോളൂ. ഓക്കെ, ഒരു ബോംബ് വേർട്ടിക്കലി അതിൻ്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും ആണല്ലോ. ഇനി ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ അത് ഡിഫറെൻറ്റ് വെലോസിറ്റിയോട് ഡിഫറെൻറ്റ് ഫ്രാഗ്മെൻറ്റ്സ് വ്യത്യസ്ത ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണ് അല്ലേ? v1 v2 v3 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പല കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞു പോവുകയാണ്. ഹാവിങ് മാസസ് m1 m2 m3 എക്സെട്ര. അങ്ങനെയാണെങ്കിൽ m1 v1 പ്ലസ് m2 v2 പ്ലസ് m3 v3 എന്ന് പറയുന്നത് 0 ആയിരിക്കും. നെറ്റ് മൊമെൻറ്റം എന്ന് പറയുന്നത്, അതായത് ടോട്ടൽ മൊമെൻറ്റം എന്ന് പറയുന്നത് 0 ആകത്തക്ക, കാരണം ഹൊറിസോണ്ടൽ വെലോസിറ്റി 0 ആണ്. അത് ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു ബോംബ് ഹൊറിസോണ്ടൽ വെലോസിറ്റി 0 ആണ്. അപ്പോൾ ഇത് ഡിഫറെൻറ്റ് പീസസ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്ന സമയത്ത് അതിൻ്റെ നെറ്റ് വെലോസിറ്റി, നെറ്റ് മൊമെൻറ്റം 0 ആകുന്ന രീതിയിലായിരിക്കും ആ ഫ്രാഗ്മെൻറ്റ്സ് എല്ലാം ചിന്നിച്ചിതറി പോകുന്നത്. ഓക്കെ, അല്ലാതെ എല്ലാം കൂടെ ഒരു വശത്തോട്ടോ മറ്റേ വശത്തോട്ടോ അങ്ങനെയല്ല. അതിൻ്റെ നെറ്റ് മൊമെൻറ്റം ഷുഡ് ബി ഈക്വൽ ടു 0. ക്ലിയർ? ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിനകത്ത് പറയുന്നത്. ക്ലിയർ? ഇനി അടുത്തതിനകത്തുള്ളത് അപ്പറൻറ്റ് വെയ്റ്റ് ഓഫ് എ പേഴ്സൺ ഇൻ എ ലിഫ്റ്റ്. അപ്പറൻറ്റ് വെയ്റ്റ് ഓഫ് എ പേഴ്സൺ ഇൻ എ ലിഫ്റ്റ് ഓർ ആൻ എലിവേറ്റർ. അത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അപ്പറൻറ്റ് വെയ്റ്റ് എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത് ഇത് നോക്കിയേ. ഇതിനകത്ത് അപ്പറൻറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവ് വെയ്റ്റ്, നമ്മുടെ ഒറിജിനൽ വെയ്റ്റ് ആയിരിക്കില്ല അവിടെ കാണിക്കുന്നത്. ചെറിയ വേരിയേഷൻസ് ചില സമയത്തൊക്കെ വരാം. അതെങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. ഇപ്പോൾ ഒരാൾ ഇതിനകത്തുണ്ട്, അയാളുടെ മാസ് mg മാസ് താഴോട്ട് ആക്ട് ചെയ്യും, R എന്ന് പറയുന്നത് ഇത് മുകളിലോട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അതായത് നെറ്റ് R മൈനസ് mg
എന്ന് പറയുന്നതാണ് നെറ്റ് ഫോഴ്സ്. അതായത് mg താഴത്തോട്ട് ആക്ട് ചെയ്യുന്നു, r മുകളിലോട്ട്. ഇപ്പോൾ മുകളിലോട്ടുള്ളതിനെല്ലാം ഞാൻ പോസിറ്റീവ് എടുക്കുന്നു, താഴോട്ടുള്ളതെല്ലാം നെഗറ്റീവ് എന്ന് എടുക്കുന്നു. അതാണെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ മൂവ് ചെയ്യുന്നില്ല എങ്കിൽ r - mg എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇഫ് ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ്, അത് റെസ്റ്റിലാണ് എങ്കിൽ, ഓക്കെ, റെസ്റ്റിലാണെങ്കിൽ അതിൻ്റെ r - mg വാല്യൂ 0 ആയിരിക്കും. ഇനി അത് റെസ്റ്റിലല്ല, ഇറ്റ് ഈസ് മൂവിങ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. അതൊരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയോടുകൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ, ഒരേ വെലോസിറ്റിയോടുകൂടെ മൂവ് ചെയ്ത് പോവുകയാണ്, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആക്സിലറേഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുകൊണ്ട് ആക്സിലറേഷൻ 0. അവിടെയും r - mg എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ഇനി ഇതിപ്പോൾ ആക്സിലറേറ്റ് ചെയ്ത് പോവുകയാണ്. ഇഫ് ഇറ്റ് ഈസ് മൂവിങ് വിത്ത് എ കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ, ആക്സിലറേഷൻ അപ്വേർഡ് ഡയറക്ഷനിൽ വേണേലും ആവാം, ഡൗൺവേർഡ് ഡയറക്ഷനിൽ വേണേലും ആവാം, ആണോ? അപ്പോൾ ഇനി അപ്വേർഡ് ഡയറക്ഷനിലാണ് ആക്സിലറേഷൻ എങ്കിൽ ഇങ്ങോട്ടാണല്ലോ എ ആക്ട് ചെയ്യുന്നത്, മുകളിലോട്ടുള്ളതിനെല്ലാം നമ്മൾ പോസിറ്റീവാണെന്നല്ലോ എടുത്തേക്കുന്നത്. അപ്പോൾ r - mg എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ma. അപ്പോൾ നെറ്റ് റിയാക്ഷണൽ ഫോഴ്സ് എന്തായിരിക്കും? m × g + a ആയിരിക്കും. മനസ്സിലായല്ലോ? ഈ റിയാക്ഷണൽ വെലോസിറ്റി, റിയാക്ഷൻ എത്രയാണോ ആ റിയാക്ഷൻ ആയിരിക്കും നമ്മുടെ വെയിറ്റ് ആയിട്ട് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ റിയാക്ഷൻ ആണെങ്കിൽ mg തന്നെ കാണിക്കും, ഒറിജിനൽ വെയിറ്റ് തന്നെ കാണിക്കും. ഇവിടെ ആണെങ്കിലും ഒറിജിനൽ വെയിറ്റ് തന്നെ കാണിക്കും. പക്ഷേ മുകളിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്കുള്ള വെയിറ്റിനേക്കാളും ഇത്തിരി കൂടെ കൂടുതലായിരിക്കും കാണിക്കുന്നത് ഇഫ് ഇറ്റ് ഈസ് മൂവിങ് വിത്ത് കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ. അതായത് വെലോസിറ്റി കൂടി പോവുകയാണ് അങ്ങോട്ട് പോകുമ്പോൾ. ഓക്കെ, ഇനി ഡൗൺവേർഡ് ഡയറക്ഷനിലാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ എങ്ങനെ എഴുതണം? ഈ r - mg എന്ന് പറയുന്നത് എങ്ങോട്ടാണ്? താഴത്തോട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആക്സിലറേഷൻ താഴോട്ട് ആക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ താഴോട്ടുള്ള മൂവ്മെൻറ്റ് എന്താണ്? നെഗറ്റീവ്, -ma. അപ്പോൾ നമുക്ക് r എന്ന് പറയുന്നത് എന്താവും? m × g - a എന്നാവും. മനസ്സിലായോ? അപ്പോൾ ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിരുന്നാൽ മറന്നുപോകും. അതുകൊണ്ട് കാണാതെ പഠിക്കരുത്. ഇതെന്ത് ചെയ്യണം? ഇതെങ്ങനെയാണ് സംഭവം എന്നുള്ള ഓർത്ത് വെച്ചേക്കുക. mg താഴോട്ട്, r മുകളിലോട്ട് പോസിറ്റീവ്. r - mg എന്ന് പറയുന്നത് ഇത് മൂവ് ചെയ്യുന്നില്ല, റെസ്റ്റിലാണ്, അപ്പോൾ 0 ആണ്. അപ്പോൾ r = mg. ഇനി മുകളിലോട്ടാണോ താഴോട്ടാണോ മൂവ് ചെയ്യുന്നതിനുള്ള ഡിപ്പെൻഡ്. മുകളിലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ r = m × g + a. താഴത്തോട്ടാണ് വരുന്നതെങ്കിൽ r = m × g - a. ഇനി ലിഫ്റ്റ് പൊട്ടിയിട്ട് ലിഫ്റ്റ് താഴോട്ട് വരികയാണെങ്കിൽ വാട്ട് വിൽ ബി ദ റിയാക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്? താഴോട്ട് വരികയാണല്ലോ, ആക്സിലറേഷൻ എന്തായിരിക്കും? g ആണ് അല്ലേ? r = m × g - g എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതിനകത്ത് വെയിറ്റ് ഒന്നും കാണിക്കില്ല. ഓക്കെ, ഇപ്പോൾ ലിഫ്റ്റ് പൊട്ടി അത് താഴത്തോട്ട് വരികയാണെങ്കിൽ, മനസ്സിലായോ? അപ്പോൾ ഇതും അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ലിഫ്റ്റ് പൊട്ടി താഴത്തോട്ട് വരികയാണെങ്കിൽ എന്തായിരിക്കും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, റിയാക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇത് കോൺസ്റ്റൻറ്റ് ആക്സിലറേഷനോട് മുകളിലോട്ട്, കോൺസ്റ്റൻറ്റ് ആക്സിലറേഷനോടുകൂടെ താഴോട്ട്. കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആണെങ്കിൽ r = mg തന്നെയായിരിക്കും, വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ്. അതിൽ ഇത് വളരെ പ്രധാനമാണ് കേട്ടോ. ഈ r - mg ലിഫ്റ്റിൻ്റെ കാര്യം, ഇക്വേഷൻ ഓഫ് മോഷൻ അല്ല, ന്യൂട്ടൻ്റെ 3 ലോസ്, മൊമെൻറ്റം, ഇമ്പൾസ്, കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം, പിന്നെ ഈ അപ്പറൻറ്റ് വെയിറ്റിൻ്റെ ലിഫ്റ്റിനകത്ത് ആക്ട് ചെയ്യുന്ന അപ്പറൻറ്റ് വെയിറ്റ് ഏത് ഡയറക്ഷനിലാണെന്നുള്ളത്. അപ്പോൾ ഇത്രയും ഇതിനകത്ത് വളരെ പ്രധാനമാണ്. അപ്പോൾ നിങ്ങളിത് എത്രയും കൂടെ നല്ലോണം നോക്കിക്കൊള്ളണം. ഇനി അതിൻ്റെ ബാക്കി പോർഷൻസ്, അതായത് ഫ്രിക്ഷൻ്റെ പോർഷൻ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മനസ്സിലാവുന്നു എന്ന് വിചാരിക്കുകയാണ്. ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക, നല്ലോണം ഇരുന്ന് പഠിക്കുക. ഇത്തവണ ഫിസിക്സിനായിരിക്കണം ഏറ്റവും നല്ല മാർക്ക് വാങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. ഓക്കെ, ശരി, അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.